ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോ ദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇപ്പോൾ സിദ്ധുവിന് മാത്രമല്ല ദേവിക ഒരഴിമതിക്കും കൂട്ടുനിന്നിട്ടില്ല എന്നും എല്ലാം നന്ദനും പ്രഭാവതിയും ചേർന്ന് ദേവിയെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇസബെല്ലയ്ക്കും കെവിനും എന്തോ ഒരു ഗൂഢലക്ഷ്യമുണ്ടെന്നും അത് ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരുമെന്നും സിദ്ധു പറയുന്നുണ്ട്. തുടർന്ന് ദേവിയയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഈ വീട്ടിൽ അനുവദിക്കാൻ പറ്റില്ല എന്ന് കർശനമായിട്ടുള്ള ഒരു താക്കീത് പ്രഭാവതിക്കും നന്ദനുമായിട്ട് സിദ്ധാർത്ഥ് നൽകുന്നുണ്ട്. പിന്നീട് ദേവിക തൻ്റെ മനസ്സിലെ കാര്യങ്ങളെല്ലാം മുരളിയോട് തുറന്നു പറയുന്നു. നന്ദു മുൻപ് ഇങ്ങനെയല്ലായിരുന്നു, വിശാലഹൃദയനായിരുന്ന നന്ദൻ ഇങ്ങനെ മാറിയതിന് പിന്നിൽ എന്തോ ഉണ്ടെന്നും ഏതായാലും ഞാൻ പിന്നോട്ട് പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് ദേവിക പറയുമ്പോൾ ദേവിക സമാധാനമായിട്ടിരിക്കുക. നന്ദൻ മാപ്പ് പറഞ്ഞ് ദേവികയുടെ മുന്നിൽ തന്നെ വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മുരളി. ഇതേ സമയം അവസരം മുതലെടുത്ത് നന്ദന് ദേവികയോട് തോന്നിയിട്ടുള്ള ആ വെറുപ്പ്, ആ ഒരു പക ആളി കത്തിക്കാനായിട്ടാണ് ഇസബെല്ല ശ്രമിക്കുന്നത്. പിന്നീട് ദേവിക നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ടും വീണ്ടും ദേവികയെ തന്നെ കുറ്റം പറയുന്ന രജനിയോടായിട്ട് ഗിരീഷ് ചോദിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ സിദ്ധാർത്ഥ സാറിൻ്റെ മുന്നിൽ വെച്ച് മാഡവും നന്ദുവും എന്തിന് എല്ലാ തെറ്റും സംഭവിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് രജനിയുടെ വായടപ്പിക്കുകയാണ് കേട്ടോ ഗിരീഷ് ചെയ്യുന്നത്. അതിനുശേഷം ചന്ദ്രമതിയാണെങ്കിൽ ത്യാഗരാജനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. പക്ഷേ ത്യാഗരാജൻ പറയുന്നുണ്ട്, ചന്ദ്രോത്ത് വീട്ടിലുള്ളവരെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, ചന്ദ്രോത്ത് വീട്, അതായത് ബലരാമേട്ടൻ ഉണ്ടായിരുന്ന സമയത്തുള്ള ചന്ദ്രോത്ത് വീട്ടുകാരെ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അവരെല്ലാം ഒരുപാട് മാറിയിരിക്കുന്നു. ഇതിപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും കാശ് വേണം, അതിനു വേണ്ടിയിട്ട് ഒത്തുകളിക്കുന്നതാണെന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, പാവം ദേവിക, അവളെ ഒരുപാട് തെറ്റിദ്ധരിച്ചു, അവൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ മാറാൻ കഴിയുന്നത് എന്ന് പോലും ഞാൻ ചിന്തിച്ചു. പക്ഷേ ദേവിക്ക് ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് കൂടിയാണ് ഞാൻ സമ്മതിച്ചത്. എന്തായാലും ദേവികയെ ഞാനിനി കുറ്റം പറയില്ല, അവൾ അത്രത്തോളം സഹിച്ചു. പക്ഷേ ഈ നന്ദനും ഇസബെല്ലയും തമ്മിൽ എന്തോ ഒരു രഹസ്യമുണ്ട്, ആ രഹസ്യം കണ്ടുപിടിക്കണം എന്നെല്ലാം പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട്, ചേച്ചി എന്തിനാ ഇപ്പോഴും ആ വീട്ടുകാരുടെ പിന്നാലെ നടക്കുന്നത്? ചേച്ചിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇനി അവർ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ സിദ്ധാർത്ഥിന് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, എന്തോ ഇന്ന് വീട്ടിൽ പുകഞ്ഞ് കത്തുന്നുണ്ട്. അതായത് ദേവിയയ്ക്കും നന്ദനും ഇപ്പോൾ രണ്ട് ധ്രുവത്തിലാണ് കഴിയുന്നത്. നന്ദൻ പലപ്പോഴും വൈകിയാണ് വരുന്നത്, വന്നാലും അധികം സംസാരമൊന്നുമില്ല, റൂമിൽ കയറി കതകടയ്ക്കും. ദേവികയാണെങ്കിലും മറ്റൊരു ധ്രുവത്തിലാണ്. അവർ തമ്മിൽ പണ്ടുണ്ടായിരുന്ന ഒരു സ്നേഹമോ കളിയോ ചിരിയോ ഇപ്പോൾ ഒന്നുമില്ല. അതിന് മാത്രം അവരുടെ കുടുംബം ശിഥിലമായി പോകാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കുന്നു. തുടർന്ന് സിദ്ധാർത്ഥ ചിന്തിക്കുന്നുണ്ട്, ഈ കെ നായർക്ക് ഇങ്ങനെ ഒരു അപ്രൂവൽ കൊടുക്കാനായിട്ട് നന്ദനെ പ്രേരിപ്പിച്ച സംഗതി എന്തായിരിക്കും? കാരണം നന്ദൻ പറഞ്ഞതുകൊണ്ടാണല്ലോ ദേവിക എല്ലാം അനുസരിച്ചത്. അതെല്ലാം കൂടി ഓർത്തിട്ട് ഒരൊത്തും പിടിയും കിട്ടാതെ ആകെ ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിലാവുന്നുണ്ട് സിദ്ധാർത്ഥ. ഇതിനിടയ്ക്ക് ദേവികയോട് പറയുന്നുണ്ട്, മോളെ, ഞാൻ നിന്നെ മനസ്സിലാക്കാതെ പോയി, ഞാൻ ഒരിക്കലും നിന്നെ സംശയിക്കരുതായിരുന്നു. എൻ്റെ ഭാര്യയും മകനും ചെയ്ത ചതിക്ക് ഞാൻ നിന്നോടാണ് മാപ്പ് പറയേണ്ടതെന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, വേണ്ട അച്ഛാ, ആരോടും മാപ്പ് പറയേണ്ട കാര്യമില്ല, അതെല്ലാം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. എന്തായാലും ഗിരീഷേട്ടന് പോലീസുകാരുടെ കുറച്ച് തല്ലുകൊണ്ടു. ഇപ്പോൾ തന്നെ രജനി ചേച്ചിക്ക് എന്നോട് ദേഷ്യമായി കാണും. സത്യം പറഞ്ഞാൽ ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കറിയാം നിനക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും നീ അത് തുറന്നു പറയില്ല എന്ന്. ഇനി പക്ഷേ നീ പറയാതിരിക്കാൻ മടിക്കേണ്ട, ഈ വീട്ടിലെ അവസാന വാക്ക് തന്നെ നീ ആയിരിക്കും. ഇതുവരെ നിങ്ങളെ മോളെ എല്ലാവരും ചേർന്ന് ചോദിച്ചു, നിന്നെ മാത്രമല്ല എന്നെയും. ഈ വീട്ടിലിപ്പോൾ രണ്ട് ചേരിയുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഒന്ന് നന്ദുവും പ്രഭയുമാണ്, മറ്റേത് നമ്മൾ രണ്ടുപേരും. സത്യം പറഞ്ഞാൽ എന്തോ ഒരു വലിയ രഹസ്യം ഇവരുടെയൊക്കെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ നമ്മളെ ഇങ്ങനെ ചതിക്കുന്നത്. എന്തായാലും നീ വിഷമിക്കേണ്ട മോളെ എന്നൊക്കെ പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ഞാൻ എന്തിനാ അച്ഛൻ ഇവിടെ നിൽക്കുന്നത്? ഏതാണ്ട് കടിച്ചു തൂങ്ങി കിടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു അഭിമാനമില്ലേ? ഒന്നുമില്ലെങ്കിലും ഞാനിപ്പോൾ ഒരു MLA അല്ലേ? അങ്ങനെയുള്ള ഞാനിപ്പോൾ ഭർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നതിൽ എനിക്ക് ഒരു അഭിമാനക്കുറവ് തോന്നുന്നു എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥ പറയുന്നുണ്ട്, മോൾ ഇങ്ങനെയൊന്നും പറയരുത്. മോള് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ളവർക്കും കൂടി സങ്കടമാവുകയല്ലേ ഉള്ളൂ. മോള് വിഷമിക്കാതിരിക്കുക, എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാം. ഇതുവരെ അവർ രണ്ടുപേരും നമ്മളെ പറ്റിച്ചു, പക്ഷേ ഇനി നോക്കിക്കോ, എല്ലാ സത്യങ്ങളും കണ്ടുപിടിച്ച് അവർക്കുള്ള പണി കൊടുക്കാൻ പോകുന്നത് നമ്മൾ തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, എനിക്ക് ആരുടെ മുന്നിലും ജയിക്കേണ്ട അച്ഛാ, പക്ഷേ എനിക്കാണെങ്കിൽ ഇങ്ങനെ കള്ളത്തരം ചെയ്യാനായിട്ട് വയ്യ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥിന് അതൊക്കെ കേട്ടിട്ട് ആകെ സങ്കടമാവുന്നുണ്ട്. തുടർന്ന് സിദ്ധാർത്ഥ് ദേവികയുടെ തലമുടിയിലൊക്കെ തഴുകി കൊടുത്തുകൊണ്ട് വീണ്ടും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എൻ്റെ മോള് വിഷമിക്കേണ്ട,
അച്ഛൻ മോളുടെ കൂടെ തന്നെയുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവിക്കാണെങ്കിൽ ഒരുപാട് ആശ്വാസമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇസബെല്ലയാണെങ്കിൽ വീണ്ടും നന്ദൻ്റെ മനസ്സിൽ ദേവികയോട് തോന്നിയിരിക്കുന്ന ആ ഒരു കനൽ, ആ ഒരു തീപ്പൊരി ആളി കത്തിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദേവികയ്ക്ക് ഒരു ഷോക്ക് കൊടുക്കണം, കാരണം ദേവികയെ നീ ഒരുപാട് സ്നേഹിക്കുകയും അംഗീകരിക്കുകയൊക്കെ ചെയ്തു, എന്നിട്ട് നിന്നോട് അവൾ കാണിച്ചത് കൊടുംചതിയാണ്, വിശ്വാസവഞ്ചനയാണ് അവൾ കാണിച്ചത്. അവൾക്കൊരു ഷോക്ക് കൊടുത്തേ മതിയാകൂ നന്ദ എന്നൊക്കെ പറയുമ്പോൾ നന്ദ പറയുന്നുണ്ട് എനിക്കതിനൊന്നും കഴിയില്ല എന്ന് പറയുന്ന സമയത്ത് ഇസബെല്ല ആകെ വല്ലാതാവുന്നുണ്ട്. പക്ഷേ ഇസബെല്ല തൻ്റെ ക്രൂര നാടകം വീണ്ടും തുടരുകയാണ്. കഴിഞ്ഞേ തീരൂ, കഴിയണം നന്ദു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വീണ്ടും നന്ദനാണെങ്കിൽ ഇസബെല്ലയുടെ കയ്യിലെ ഒരു കളിപ്പാട്ടമായിട്ട് മാറുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിനിടയിൽ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്കൊരു കാറൊക്കെ വരുന്നുണ്ട്. ഏതായാലും നന്ദൻ വീണ്ടും വീണ്ടും അപകടത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് സിദ്ധാർത്ഥനും ഗിരീഷും കൂടിയിട്ട് ഇസബെല്ലയുടെയും കെവിൻ്റെയും ചതി നാടകമൊക്കെ നന്ദുവിന് മുന്നിൽ പൊളിച്ചെടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടുകൂടി മുരളി പറഞ്ഞതുപോലെ എല്ലാത്തിനും മാപ്പ് ചോദിച്ച് നന്ദൻ തന്നെ ദേവികയുടെ മുന്നിലെത്തും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഖമോദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്